മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അക്കാലത്ത് തന്നെ ജീവിച്ചു. പക്ഷേ സ്വഹാബിയാകാനുള്ള ആ വലിയ ഒരു ഭാഗ്യം അതുപോലും നഷ്ടപ്പെടുത്തി യമനിൽ നിന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടറിയുന്ന രൂപത്തിലുള്ള മഹബ്ബത്തിന്റെ വലിയ ഒരു പ്രതീകമായി ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് പാഠമായ നേതാവാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തുകൊണ്ടാണ് ഇത്രയും അധികം മഹബ്ബത്തും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും മനസ്സിലുണ്ടായി ഉവൈസ് മദീനയിലെത്തില്ല എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു, ഒന്നാമത്തത് ഗലബത്തുൽ ഹാല, അദ്ദേഹത്തിന്റെ അവസ്ഥ വാലിബായി പോയിട്ടുണ്ട്. സ്വഹാബ, നിങ്ങളെ പോലെയുള്ള മഹബ്ബത്തൊന്നുമല്ല. എന്നെ കാണാതെ, എന്നെ നോക്കാതെ, എന്നെ ജീവനേക്കാൾ സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാന്മാരായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദനാ അലി ഇബ്നു അബീ ത്വാലിബ്, ഈ രണ്ട് മഹാന്മാരെ വിളിച്ചു പറഞ്ഞു, ഉമറെ, അലിയെ, നിങ്ങൾക്ക് ആ ഉവൈസിനെ കാണാനുള്ള ഒരു അവസരം വരും. ആ ഉവൈസിനെ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എന്റെ വകയായി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ഖമീസ്, അത് ഉവൈസിന് ഹദിയയായി നിങ്ങൾ കൊടുക്കണം. മാത്രല്ല, ആ ഉവൈസ് തങ്ങളോട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടും എന്റെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉവൈസ് തങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോടും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടും ഒരു വസിയത്ത് എന്ന രൂപത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കാണാതെ. അതുകൊണ്ടല്ലേ എപ്പോഴും മഹാനായ ഉവൈസ് തങ്ങൾ ഖർനിലെ, യമനിലെ ഖർൻ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ, ആ ഒരു താഴ്വരയിൽ യാത്രക്കാരൊക്കെയും കച്ചവടം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു വഴിയാണ്. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വരുമ്പോ ആ കുന്നിൽ നിന്നിട്ട് മഹാനായ ഉവൈസ് തങ്ങൾ വിളിച്ചു ചോദിക്കുമത്രേ, മദീനയിൽ നിന്നിട്ട് വന്ന ഏതെങ്കിലും കച്ചവടക്കാർ നമ്മുടെ ഈ യാത്രാ സംഘത്തിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുമത്രേ, നിങ്ങൾ മദീനയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണോ? കണ്ടവർ എന്ന് പറഞ്ഞാൽ ഓടി വന്നിട്ട് അവരുടെ കണ്ണിൽ ചുംബിക്കുന്ന ഒരു പതിവായിരുന്നു മഹാനായ ഉവൈസ് തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്റെ കാരണം, എന്റെ ഹബീബിനെ കണ്ട കണ്ണല്ലേ, എന്റെ ഹബീബിനെ നോക്കി വന്ന കണ്ണല്ലേ, ആ കണ്ണിന് എത്ര വലിയ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് സ്വന്തം ചുണ്ടിലൂടെ ഏറ്റുവാങ്ങുന്ന മഹാനായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഇന്നും ഇക്കാലത്തും ആ രൂപത്തിൽ ഹബീബായ ഞങ്ങള് സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ. അടുത്ത് മരിച്ചുപോയ വലിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. വലിയ ആലിമാൻ, വലിയ ആരിഫാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കിയ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഹിബ്ബാൻ. നിങ്ങൾക്കറിയാം, അത്തിപ്പറ്റ ഉസ്താദിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. മുഖത്തിലുള്ള താടിയുടെ ഒരു ഭാഗത്തിൽ താടിയുണ്ട്, ഒരു ഭാഗത്ത് താടിയില്ല. ഒരു ഭാഗത്ത് താടിയുണ്ട്, ഒരു ഭാഗത്ത് താടിയില്ല. മാനവർക്ക് ഒരു രോഗം വന്നപ്പോ ഡോക്ടർമാർ താടി മുഴുവനുമായിട്ട് പഠിച്ചു കളയണമെന്ന് പറഞ്ഞു. താടി മുഴുവനുമായിട്ട്, കാരണം അങ്ങനെയുണ്ടല്ലോ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിലുള്ള മുഴുവൻ രോഗങ്ങളെല്ലാം തുടച്ച് നീക്കും. അങ്ങനെയാണ്, ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഡോക്ടർമാർ പറയുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ രോഗം വന്നപ്പോ ഡോക്ടർമാർ താടി എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞു. താടി എന്ന് പറഞ്ഞാൽ, അല്ലെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് വലിയതാണ്, വലിയൊരു സുന്നത്താണ്. അപ്പോ
അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞ എന്തറിയോ, എന്റെ താടിയുടെ ഏത് ഭാഗത്തിലാണ് രോഗമുള്ളത് ആ ഭാഗത്തിലുള്ള, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗത്തിലുള്ള രോമങ്ങൾ മാത്രം നീക്കിയാൽ മതി, മറ്റു ഭാഗത്തിലുള്ളത് തൊട്ടുകളയരുത്. ഡോക്ടർമാര് അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ നിർബന്ധത്തിന് വഴങ്ങിയതാണ്. സാധാരണ ഡോക്ടർമാര് പറഞ്ഞത് കേൾക്കലൊന്നുമില്ല, അവരാ അഭിപ്രായം പോലെ അവർ ചെയ്യും. പക്ഷേ ഒരിക്കലും സമ്മതിച്ചില്ല. അങ്ങനെ ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗത്തിലുള്ള താടിയുടെ രോമങ്ങൾ മാത്രം നീക്കുകയും മറ്റേ ഭാഗത്തിലുള്ള താടി അതുപോലെ നിലനിർത്തുകയും ചെയ്തു. ആ ഫോട്ടോ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് അത്തിപ്പറ്റ ഉസ്താദിന്റെ താടിയുടെ ഒരു ഭാഗത്ത് രോമുണ്ട്, ഒരു ഭാഗത്ത് രോമയില്ല. എന്താ കാരണം? ഗലബത്തുൽ ആരാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഇഷ്ടിന്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിന്റെ വലിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വിവരം കേട്ടു. ഒരു ദിവസം അത്തിപ്പറ്റ ഉസ്താദ് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറുന്നു. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു പള്ളിയുടെ പുറത്ത് പോലെ ചെരുപ്പുകൾ ഉണ്ടാവും. ചെരുപ്പുകൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ ചെരുപ്പുകൾ ഉണ്ടാവും. നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് ഇത്ര ചെരുപ്പുണ്ട്. അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഒരു ചെരുപ്പിൽ ചവിട്ടിയ പാടിന് പാമ്പിൽ ചവിട്ടിയതുപോലെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പെട്ടെന്ന് ബാക്കിൽ വന്ന് വലിയ ദുഃഖത്തോടെ നീങ്ങുന്നതാണ്. അങ്ങനെ കുറെ നേരം ആ പള്ളിയുടെ, പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് എന്താണ് സംഭവം എന്നൊന്നും തിരിഞ്ഞില്ല. കുറെ നേരം ആ പള്ളിയുടെ പരിസരത്ത് കുറെ നേരം കാത്തിരുന്നതാണ്. കുറെ നേരം ആകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ ഇറങ്ങിയിട്ട് ആ ചെരുപ്പ് ധരിക്കുന്നത് കണ്ടപ്പോ അത്തിപ്പറ്റ ഉസ്താദ് ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്രേ, മോനെ എനിക്ക് നിങ്ങൾ മാപ്പ് ചെയ്യണം കേട്ടോ, എനിക്ക് നിങ്ങൾ അഫൂ ചെയ്യണം കേട്ടോ, ഞാൻ അറിയാതെ നിന്റെ ചെറുപ്പിലൊന്ന് ചവിട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ എത്ര ആളുകളുടെ ചെറുപ്പ് ചവിട്ടിയിട്ടുണ്ടാവും, ചെറുപ്പ് പോയിക്ക് എത്ര മനുഷ്യന്മാരെ നമ്മൾ ചവിട്ടിയിട്ടുണ്ടാവും. ഇതുവരെ നമ്മളോ അവരോടൊരു മനസ്സിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു മാപ്പ് ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിട്ടുണ്ടോ? അറിയാതെ ഒരു ചെറുപ്പിൽ ചവിട്ടിപ്പോയതിന്റെ പേരിൽ ഒരുപാട് നേരം പള്ളിയുടെ പുറത്ത് കാത്തു നിന്നു ആ ചെറുപ്പിന്റെ സ്വാഹിബായാണ് അറിഞ്ഞപ്പോ ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരനോട് മാപ്പ് ചോദിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹു അവരുടെയും തണലിലായി സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇതാണ് ഹബീബായ ഞങ്ങളെ മനസ്സിലാക്കിയവർ. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം ആ രൂപത്തിലുള്ള സ്വഭാവമായിരുന്നു. അതൊക്കെയും ഉൾക്കൊണ്ട ആളുകൾ ഇക്കാലത്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഹബീബിനെ മനസ്സിലാക്കാതെ, ആ ഹബീബിനെ കുറിച്ച് പഠിക്കാതെ നമ്മുടെ ഈമാൻ, അതുപോലെ നമ്മുടെ ആരാധന, നമ്മുടെ ഒരു പ്രവർത്തനവും അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യതയുള്ള പ്രവർത്തനമാക്കി മാറ്റാൻ നമുക്ക് കഴിയൂല എന്നാണ്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് മടങ്ങാൻ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങൾ റബീഉൽ അവ്വൽ കഴിയുമ്പോൾ ധാരാളം സ്വലാത്തുകൾ, പ്രത്യേകമായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകമായ സുന്നത്തുകൾ, അതൊക്കെയും ഓരോന്നായി നമുക്ക് ഹാബിറ്റ് ചെയ്ത് അത് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ അതാണ് മഹാനായ ഉവൈസ് തങ്ങളോടൊപ്പം അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആശിഖുർ റസൂലിങ്ങളായ ഒരുപാട് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമ്മെ സഹായിക്കുന്ന വലിയ ഒരു അമലായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് കടന്നു വരുന്നത്. ധാരാളം സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഉമ്മ പരിയാർ ഹോസ്പിറ്റലില് ഹാർട്ടിന് അസുഖം വന്നിട്ട് വലിയ ബേജാറോടെ ദ്വാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞ 4 വെള്ളിയാഴ്ച ആ ഉമ്മാന്റെ ഓപ്പറേഷനാന്ന് പറഞ്ഞ അല്ലാഹ് സലാമത്ത് നൽകണേ റഹ്മാൻ. ഇവിടൊക്കെ നല്ലോണം സ്നേഹിച്ച ഒരു ഉമ്മയാണ്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എളുപ്പത്തിൽ മല പോലെ കണക്കാക്കിയത് മഞ്ഞ് പോലെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറാമത്ത് കൊണ്ട് മുഅ്ജിസത്ത് കൊണ്ട് പടച്ചോനെ ആ ഉമ്മാക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. നമ്മുടെ എല്ലാ ഉമ്മമാർക്ക് പടച്ചോനെ, നമ്മുടെ ഉമ്മമാരൊക്കെയും പല രൂപത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഓരോ മാസവും ആയിരക്കണക്കിന് പൈസകൾ വരുന്ന ടാബ്ലറ്റുകൾ മാത്രം കുടിച്ച് ജീവിക്കുന്നവരും, ഒരു വെള്ളം പോലും ഒരു ഭക്ഷണം പോലും കഴിക്കാതെ അല്ലാഹുവേ പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ നീ ശിഫാ നൽകണേ അല്ലാഹ്. എത്രയോ നമുക്ക് പഠിക്കുന്ന കാലത്തും പഠനത്തിന് ശേഷവും ഈ നാട്ടിലടക്കം നമുക്ക് വേണ്ടി ഭക്ഷണങ്ങൾ തന്ന എത്രയോ ഉമ്മമാരും അല്ലാഹുവേ നമ്മുടെ ശരീരം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം കണ്ട്, തമീസ് കണ്ട്, തലകെട്ട് കണ്ട് ഒന്നും തന്നതല്ല പടച്ചോനെ. യാ അല്ലാഹ്, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണെന്ന ആ നീയത്തോടെ തന്ന ഒരു ഉമ്മമാരെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. അവരുടെ എല്ലാ ശാരീരികമായ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. എത്രയോ നമുക്ക് വസ്ത്രം ഭക്ഷണങ്ങൾ തന്ന ഉമ്മമാരിൽ ഉപ്പമാരിൽ പലരും മരിച്ചുപോയി അല്ലാഹ്. നമ്മെ സഹായിച്ചവരിൽ അല്ലാഹ് നമ്മുടെ പള്ളി മദ്രസ റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനം വരുമ്പോ എത്രയോ നബിദിന പരിപാടികളിൽ എത്രയോ കൊല്ലങ്ങളായി ഞാൻ ഇവിടെ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു, 70 എത്രയോ ഇവിടെ റസൂലുള്ളാഹി തങ്ങളുടെ ഈ മീലാദ് വളരെ വിപുലമായി കഴിക്കാൻ തുടങ്ങി. കൊല്ലങ്ങൾ കുറെ ആയി. ഈ കൊല്ലങ്ങളിലൊക്കെയും ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചവരും കഷ്ടപ്പെട്ടവരും ഓടി നടന്നവരുമായി എത്രയോ നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഇന്ന് ആരടി മണ്ണിലാണ്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മദീനയിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വെളിച്ചം ആ ഖബറാളികളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ്, ഇക്കൊല്ലം ഹബീബായ തങ്ങളുടെ മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കൊല്ലങ്ങളെക്കാൾ വിപുലീകരിക്കാനാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ തീരുമാനമെങ്കിൽ, ബാല്യകാരുടെ നീയത്തെങ്കിൽ അത് നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അത് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. അതിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ മുഴുവനും നീ എളുപ്പമാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ ആഫിയത്തുള്ള ദീർഘ ആയുസ്സുള്ളവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരും ഞങ്ങളും ചെയ്യുന്ന എല്ലാ രൂപത്തിലുള്ള മഈശത്തിന്റെ വഴികളിലും വലിയ ഖൈർ നീ നിലനിർത്തണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.